അറിഞ്ഞില്ലേ? നമ്മുടെ പടിഞ്ഞാറേ അതിർത്തിയിൽ, പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ ബഹളമാണ്. POK, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ. അവിടെ വലിയ നരഹത്യ നടക്കുന്നു. നരഹത്യ, ജനസോയിഡ്, അതാണ്. വംശഹത്യ, അങ്ങനെ എന്തൊക്കെയാണ് പേര്. ഏതായാലും പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ പണ്ട് 1948 പാകിസ്ഥാൻ പിടിച്ചെടുത്ത സ്ഥലം, കാശ്മീരിൻ്റെ വലിയൊരു ഭൂവിഭാഗം, അത് പാകിസ്ഥാൻ്റെ കയ്യിലാണ് ഇപ്പോഴും. കുറച്ച് കഷ്ണം അവർ ചൈനയ്ക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ തോന്നിയാസമൊക്കെ കാണിച്ചു. അപ്പോഴൊന്നും ആർക്കും അനക്കമൊന്നും ഉണ്ടായില്ല. അവിടുത്തെ ആളുകൾ വലിയ സന്തോഷമായിരുന്നു, ആഹ്ലാദമായിരുന്നു. അവിടുന്ന് അവശിഷ്ട ഹിന്ദുക്കളെ മുഴുവൻ അടിച്ചോടിച്ചു. വലിയ ആഘോഷം. വർഷങ്ങൾ കടന്നുപോയി. വരത്തനാണല്ലോ. പാകിസ്ഥാന് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ മനസ്സൊന്നുമില്ല. ഇപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് റേഷൻ കിട്ടുന്നില്ല, അവർക്ക് വെള്ളമില്ല. അവരാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ആ വൈദ്യുതി ഒരു യൂണിറ്റിന് 19 രൂപയ്ക്ക് മറ്റോ അവർക്ക് തന്നെ വിൽക്കുന്നു. അതുകൊണ്ട് അവർ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ വലിയ സമരം നടത്തുന്നു. പാകിസ്ഥാനിലെ പോലീസും പട്ടാളവും അവരെ വെടിവയ്ക്കുന്നു, തല്ലുന്നു, കൊല്ലുന്നു. പട്ടിയെ തല്ലുന്ന പോലെ വഴിയിലിട്ടൊക്കെ അടിച്ചോടിക്കുന്നു. വലിയ കഷ്ടം. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവർ പറയുന്നു, ഇന്ത്യ അതിർത്തി തുറക്കണം, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ത്യയോട് ഭയങ്കര സ്നേഹമാണ്. ഇന്ത്യയെ പോലെ നല്ല മനുഷ്യർ വേറെയില്ല. ഞങ്ങൾ കാശ്മീരികളാണ്. ഈ എവിടുത്തെ കാശ്മീരി? അവിടെ കാശ്മീരി വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റിട്ടയറായ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ കുടുംബങ്ങളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. നമ്മൾ കാശ്മീരിൽ ചെയ്യാൻ വിസമ്മതിച്ച കാര്യം പാകിസ്ഥാൻ ഭംഗിയായിട്ട് അവിടെ ചെയ്തു. നമ്മളുടെ ഇവിടെ പല പട്ടാളക്കാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ പലതവണ ആവശ്യപ്പെട്ടു, കാശ്മീരിൽ നമ്മുടെ റിട്ടയർ പട്ടാളക്കാരെ കൊണ്ടുപോയി താമസിപ്പിക്കണം, അവിടുത്തെ ഡെമോഗ്രഫി മാറ്റണം. ഇത് പറഞ്ഞിരുന്നു, ചെയ്തില്ല. ആർട്ടിക്കിൾ 370 ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് പോലും ഇന്നും നരേന്ദ്രമോദി പോലും അത് ചെയ്തിട്ടില്ല. ഡെമോഗ്രഫി മാറുക എന്നുള്ളതാണ് എല്ലാത്തിനും ശാശ്വതമായ പരിഹാരം. എന്ത് വാങ്ങിക്കോട്ടെ, നമ്മൾ ചെയ്തില്ല. പക്ഷേ പാകിസ്ഥാൻ അത് ചെയ്തു. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ അവർ കുറേശ്ശെയായിട്ട് അവരുടെ റിട്ടയർഡ് പട്ടാളക്കാരുടെ കുടുംബങ്ങളെ താമസിപ്പിച്ചിട്ട് അതിൻ്റെ കാശ്മീരിത്വം അത് എടുത്തു കളഞ്ഞു. ഇപ്പോൾ കാശ്മീരികൾ എന്ന് പറയാൻ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിൻ്റെ മഹത്വമൊന്നും ആരും നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട. ഏകദേശം 60 ലക്ഷമാണ് ഈ POK എന്ന് പറയുന്ന സ്ഥലത്തെ പോപ്പുലേഷൻ. സ്ഥലം ഒരുപാടുണ്ട്. പോപ്പുലേഷൻ 60 ലക്ഷമാണ്. 60 ലക്ഷം ഉഗ്ര മുസ്ലിങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആരോഗ്യം ഇപ്പോൾ ഭാരതത്തിനുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഞാനിത് ഇതിനു മുമ്പും നിങ്ങളോട് കരഞ്ഞും കരയാതെയും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് മുതലാകുന്നൊരു കച്ചവടമല്ല. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം തോന്നും. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്ക് ചേട്ടാ. കൊള്ളാം, പിടിച്ചെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും ചേട്ടൻ? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മളിത് ഒരു വികാരത്തിൻ്റെ പുറത്ത് അങ്ങോട്ടെടുത്ത് ചാടിയിട്ട് പിന്നെ ഊരാൻ വയ്യാതെ ആയി പോകരുത്. അവർക്കിപ്പോഴും പാക് ഓക്കുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൽ ലയിപ്പിക്കാനല്ല അവരുടെ നോട്ടം. അവിടെ താമസിക്കുന്ന ഇപ്പോൾ ഇന്ത്യൻ അതിർത്തി തുറന്നു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ യഥാർത്ഥ ആവശ്യം എന്താ? അതിർത്തി തുറന്ന് അവരിങ്ങോട്ട് കടക്കും. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ അപ്പോഴും പാകിസ്ഥാൻ്റെ അധീനതയിൽ തന്നെ ഇരിക്കും. ഇതാണ് ഇവൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ്. ഇപ്പോഴും അവന് അവിടുന്ന് ചാടി ഇപ്പുറത്തെ കാശ്മീരിൽ വരണം. വന്നു കഴിഞ്ഞാൽ സുഖമായി. ന്യൂനപക്ഷ സംവരണമായി, റേഷൻ കാർഡായി, ഇലക്ഷൻ ID കാർഡായി, കാശ്മീരികളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായി, നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കാനുള്ള ലൈസൻസായി. പിന്നെ അവന് പാസ്പോർട്ട് കൊടുക്ക്, അവനെ തൊഴ്, അവൻ്റെ കോളനി ഉണ്ടാക്ക്, അവന് വീട് വെച്ച് കൊടുക്ക്, അവൻ്റെ പിള്ളേരെ നോക്ക്, അവന് 4 കല്യാണം കഴിപ്പിച്ച് കൊടുക്ക്. ഈ പരിപാടിക്കെല്ലാമായിട്ടാണ് ഈ ആശാന്മാർ ഇന്ത്യയിൽ വരാനായിട്ട്. ഇന്ത്യയോട് ഭയങ്കര സ്നേഹം. ഞങ്ങൾ കാശ്മീരികളാണ് ചേട്ടാ. നിങ്ങൾ കാശ്മീരികളല്ല ചേട്ടാ.
നിങ്ങളെ ഇങ്ങോട്ട് എടുക്കുന്നില്ല. നിങ്ങളുടെ സർക്കാരുമായിട്ട് റേഷൻ കാർഡിനോ എന്തിനാണെന്ന് വെച്ചാൽ യുദ്ധം ചെയ്തോ മേടിച്ചോ, അതിർത്തി തുറക്കുന്ന പ്രശ്നമില്ല. ഞാനിത് പല രാഷ്ട്രീയ നേതാക്കളും എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും 1-2 തവണ പറഞ്ഞിട്ടുണ്ട്, പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുത്തിട്ടേ വിശ്രമമുള്ളൂ. എൻ്റെ പൊന്നു ചേട്ടാ, അത് വേണ്ട. ഞാൻ യാഥാർത്ഥ്യബോധത്തോടുകൂടി പറയുകയാണ്, ഞാൻ രാജ്യസ്നേഹിയായ ഒരു സാധാരണ പൗരനാണ്. അത് നമുക്ക് വേണ്ട. അത് മുതലാവുന്നൊരു കച്ചവടമല്ല. വെറുതെ നമ്മൾ കയറി അതിൽ തലവെച്ചിട്ട് ഈ പണ്ട് ഒരു ജൈന സന്യാസി ഉണ്ടല്ലോ, വലിയ സമാധാനപ്രിയന്മാരാണ്. ഇങ്ങരുടെ താടിയിൽ ഒരു ഉറുമ്പ് കയറി, കടിക്കുന്ന മിഷർ എന്ന് പറയുന്ന ഉറുമ്പ്, ഇത് കയറി. ഇങ്ങേര് എന്ത് നോക്കിയിട്ടും ഈ ഉറുമ്പ് പുറത്തേക്ക് പോകുന്നില്ല. ഇങ്ങേര് ഉറുമ്പിൻ കൂടിൽ കൊണ്ടുപോയിട്ട് ഈ താടി വെച്ച് കൊടുത്തു. ഉറുമ്പ് അങ്ങോട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നൊരു 10-500 ഉറുമ്പ് ഇങ്ങോട്ട് കയറി വന്നു. അവസാനം ആശാന് കടി സഹിക്കാൻ മേലാഞ്ഞിട്ട് താടി ഇങ്ങനെ തിരുമ്മി ഉറുമ്പിനെ കൊല്ലേണ്ടി വന്നു. ഇങ്ങനെയാണ് ഈ അഹിംസ പ്രവാചകന്മാർക്കൊക്കെ കിട്ടുന്ന സമ്മാനം. ഇതുപോലെ അതിർത്തി എങ്ങാനും തുറന്ന് 1-2 പേര് ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാർ കൂടും കുടുക്കുകയും എടുത്ത് ഇപ്പുറത്തേക്ക് വരും. പാകിസ്ഥാനിൽ കിടക്കുന്നവർ, പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ മാത്രമല്ല, വെറുതെ പാകിസ്ഥാനിൽ കിടക്കുന്നവനും ചാടി ഇപ്പുറത്തേക്ക് വരും. അവിടെ കിടക്കപ്പുറതിയില്ലെന്ന്, അവിടെ പട്ടിണിയാണ്, അവിടെ കറണ്ടില്ല, ഗോതമ്പ് പൊടി കിട്ടാനില്ല, വലിയ അടിയും പിടിയുമാണ്. പാകിസ്ഥാനിലെ ഭരണകൂടം ഇൻ്റർനാഷണലി നമ്മളെക്കാൾ ജയിച്ച് നിൽക്കുക. കാരണം അവർ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച മഹാന്മാരാണ്. ലോകത്ത് മുഴുവൻ എല്ലാവരും ഇപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ്, നമ്മളെയല്ല. നമ്മളുമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന കാര്യമൊക്കെ ശരി, പക്ഷേ മീഡിയ നെറേറ്റീവിൽ ജയിച്ച് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഇതാർക്കാ അറിഞ്ഞുകൂടാത്തത്? ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധം നമ്മൾ ജയിച്ചെങ്കിലും നരേറ്റീവ് ജയിച്ചത് പാകിസ്ഥാനാണ്. കാരണം അവരുടെ കൂടെ അമേരിക്ക ഉണ്ടായിരുന്നു. അമേരിക്കയൊക്കെ ചേർന്നിട്ട് വൻ പ്രചരണ കോലാഹലമൊക്കെ നടത്തിയിട്ട് തോറ്റിട്ടും അവൻ ജയിച്ച പോലെ അഭിനയിച്ച് നടക്കുന്നു. വീട്ടിലെ പട്ടിണിയാണ്, കഴിക്കാൻ ഗോതമ്പ് പൊടിയില്ല, അരിയില്ല, ഉപ്പില്ല, മുളകില്ല, ഇപ്പോൾ വെള്ളം പോലും ഇല്ല. അതിൻ്റെ പേരിൽ നമ്മുടെ തലയിൽ ആറ്റം ബോംബിടുമെന്നും പറഞ്ഞ് നടക്കുകയാണ് ഖ്വാജ ആസിഫ്, അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ. ഇന്ത്യയിൽ ഞങ്ങൾ ആറ്റം ബോംബിടും, ആറ്റം ബോംബിട്ട് കഴിഞ്ഞാൽ വെള്ളം താനെ വരുമായിരിക്കും. എനിക്കറിയില്ല. നമ്മൾ സിന്ധു നദി ജല കരാർ നമ്മളങ്ങ് മരവിപ്പിച്ചു, പോയി പണി നോക്കടാന്ന് പറഞ്ഞു. അതോടെ വെള്ളം കിട്ടാൻ വലിയ പ്രയാസമേ. വാസ്തവത്തിൽ നമ്മൾ ആ വെള്ളവും ബ്ലോക്ക് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. 20% വെള്ളം നമുക്ക്, 80% വെള്ളം അവർക്ക്. ഇതാണ് നമ്മൾ ഒപ്പിട്ട കരാർ. 1961 മറ്റോ ജവഹർലാൽ നെഹ്റു ഒപ്പിട്ട കരാറാണ്. മിണ്ടയാൽ കുഴപ്പമാകും. അതുകൊണ്ട് നെഹ്റു ഒപ്പിട്ട കരാറാണെന്നുള്ളതൊന്നും വിടുക, കരാർ നമ്മൾ ഒപ്പിട്ടതാണ്, രാജ്യമാണല്ലോ. അപ്പോൾ നമ്മൾ കരാർ ഒപ്പിട്ടു 20-80. ആ 20 നമ്മൾ എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ അത്രേ ചെയ്തിട്ടുള്ളൂ. 80 അവന് കിട്ടുന്നുണ്ട്, കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. ബട്ട് മൊത്തം വെള്ളം കുറവാണ്. ഇത്തവണ മൺസൂണും കുറവാണല്ലോ, അതുകൊണ്ട് വെള്ളം കുറവാണ്. ഏതായാലും ആ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മുടെ തലയിൽ ആറ്റം ബോംബിടാൻ നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ആളുകളെ ഇപ്പോൾ അതിർത്തി തുറന്ന് ഇങ്ങോട്ട് എടുത്തു വന്നു. പലരും പറയുന്നത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ പിടിച്ചെടുക്കുന്നതാണ്. ഈ പിടിച്ചെടുത്താൽ പോലും അതിനകത്ത് കിടക്കുന്ന ചരക്ക് ഏതാണ്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ ചരക്കിനെയൊക്കെ നിങ്ങൾ എടുക്കാൻ പോവുകയാണോ ഇന്ത്യക്കാരായിട്ട്? പിന്നെ ഇവനെ പരിപാലിക്കുന്നത് എങ്ങനെയാണ്? എന്തൊരു ബഹളമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂനപക്ഷ അവകാശം കൊടുക്കണ്ടേ? കൊടുക്കണം. സെൻസസ് എടുക്കാൻ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഹം കാഗസ് നെയ് ദിഖായെങ്കേ. ഞങ്ങളെവിടെ പോവും? മാത്രമല്ല, ഈ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ഇന്ത്യയിൽ എടുക്കുന്ന താമസം ഇതങ്ങോട്ട് കെട്ടുപൊട്ടിയ നെല്ലിക്കാച്ചാക്ക് പോലെ പരന്ന് കന്യാകുമാരി വരെ എത്തും, ആസാം വരെ പോവും, ഇറോ എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് അവന്മാരുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ അങ്ങനെ തന്നെ നിൽക്കട്ടെ. പാകിസ്ഥാൻ നമ്മളോട് ചെയ്ത അതിക്രമത്തിൻ്റെ ഒരു അടയാളമായിട്ട് എക്കാലവും അവിടെ നിൽക്കട്ടെ. ഈ ആശാന്മാർക്ക് പെഹൽഗാമിൽ ഈ ഭീകരപ്രവർത്തനം നടന്നപ്പോൾ വല്ല ദണ്ണം ഉണ്ടായിരുന്നോ? ഇവിടെയല്ലേ, ഇവരുടെ സ്ഥലത്തല്ലേ ഈ അക്ബർപൂർ, മീർപൂർ, ഇങ്ങനെയൊക്കെയുള്ള ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് പ്രവർത്തിച്ചത്. ഈ ഭീകരപ്രവർത്തനത്തിൻ്റെ ഈ ജയ്ഷെ മുഹമ്മദ്, പിന്നെ ലഷ്കർ എ തൈബ, ഇവർക്കൊക്കെ ചാപ്പാട് കൊടുത്തതാരാ? ഈ കക്ഷികളല്ലേ.
അതല്ലേ അവിടെ പോയിട്ടല്ലേ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മൾ അതെല്ലാം കൂടെ തകർത്ത് കളഞ്ഞത്. അന്നിവരൊക്കെ എവിടെ പോയിരുന്നു? അന്നിവർക്ക് പറയാമായിരുന്നില്ലേ, ഏയ് പഹൽഗാമിൽ കാണിച്ചത് പോക്രിത്തരാണ്, അത് പാകിസ്ഥാൻ ചെയ്തു കൂടാത്തതാണ് പറഞ്ഞോ ഇവർ? എത്ര കാലമായി 1989-90 മുതൽ കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾ രാത്രിക്ക് രാത്രി ഓടി അഭയാർത്ഥികളായിട്ട് ജമ്മു, ഹിമാചൽ പ്രദേശ്, ഡൽഹി വരെയൊക്കെ വന്നു. അന്നൊന്നും ഈ POKയിൽപ്പെട്ട ആളുകൾക്ക് ഒരു വാക്ക് പോലും പറയാനില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നോ? അവരെയൊക്കെ മനുഷ്യരായിരുന്നില്ലേ? അവരെ തല്ലി ഓടിച്ച ഭീകരവാദികൾക്ക് ആതിഥ്യം കൊടുത്തത് ആരാണ്? പോട്ടെ, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഭാരതത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഹമാസിൻ്റെ പോരാളികൾക്ക് അവർക്ക് വീടും ചോറും ചപ്പാത്തിയൊക്കെ കൊടുത്തത് ആരാ? ഈ കക്ഷികളല്ലേ. തുർക്കിയിൽ നിന്ന് ആൾ വന്നല്ലോ. തുർക്കിയിൽ നിന്ന് ഡ്രോൺ അയക്കാൻ വിദഗ്ധന്മാർ വന്നു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത്. എവിടെയാണ് താമസിച്ചത്? ഇവരുടെയൊക്കെ വീടുകളിലല്ലേ. എന്നിട്ടിപ്പോൾ ചേട്ടാ അതിർത്തി തുറക്കണേ, ഞങ്ങളെയും കൂടെ അങ്ങോട്ട് എടുക്കുന്നില്ല. നിന്നെ എടുക്കുന്നില്ല, നിന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നില്ല. നീ ഒരു കാലത്തും ഭാരതത്തിന് അനുകൂലമായിട്ട് ഒരക്ഷരം മിണ്ടാത്തവനാണ്. ഇവിടെ സകലവിധ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പാകിസ്ഥാനിലിരുന്ന് ഇവൻ സുഖിച്ച് ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വന്തം പട്ടാളം അവൻ്റെ നെഞ്ചത്തേക്ക് വെടിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവനങ്ങോട്ട് ഇന്ത്യാ സ്നേഹം കയറിയിരിക്കുന്ന അമ്പട ആ അതിർത്തി. അയ്യോ, റിപ്പബ്ലിക് ചാനലിൽ കാണണമായിരുന്നു കേട്ടോ. എന്താ POKയിലെ ഒരു നേതാവ് അയാൾ പറയുന്നത്, നമ്മൾ സഹോദരന്മാരല്ലേ, തുറക്ക് ചേട്ടാ ആ ഗേറ്റ്, ഞാനല്ലേ പറയുന്നത്, നിങ്ങൾ തുറക്കുന്ന്. കോലോ എന്നൊരു ഉത്തരവിട്ടാൽ പോരെ? ഇത്രയും ചെയ്താൽ പോരെ? ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ്, ഞങ്ങളെ രക്ഷിക്കൂ. ആഹാ, ഈ ചേട്ടനെ ഇതുവരെ കണ്ടില്ലായിരുന്നല്ലോ. 1948 മുതൽ ഇന്ന് വരെ ഒരക്ഷരം ഈ പറഞ്ഞ ആൾക്കാർ മിണ്ടണമല്ലോ. മിണ്ടിയില്ല. ഇപ്പോൾ സ്വന്തം തൊടയിൽ നുള്ളി കിട്ടിയപ്പോൾ അവർക്ക് ഭാരതത്തിൻ്റെ ഗേറ്റ് തുറക്കണം. ഇപ്പോൾ തുറക്കുന്നില്ല. നരേന്ദ്രമോദി സാർ, ദൈവത്തെ ഓർത്ത് ഈ ഏടാകൂടത്തിൽ തലവയ്ക്കരുത്. ഒരുപാട് അന്താരാഷ്ട്ര ഏടാകൂടങ്ങൾ വന്നിട്ട് അങ്ങ് അതിലൊന്നും തലവയ്ക്കാതെ മാറി സ്വന്തം രാജ്യത്തിൻ്റെ രക്ഷ നോക്കി പോവുകയാണ്. ഇവിടെയും അതുപോലെ ചെയ്താൽ മതി. എനിക്ക് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മുടെ അല്ലേ? ആണ്. അത് പിടിക്കേണ്ടതല്ലേ? ആണ്. പക്ഷേ അതിനിപ്പോൾ സമയമായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് ഈ 60 ലക്ഷം ഈ തല്ലിപ്പൊളികളെ കൈകാര്യം ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കയ്യിലില്ല. നമ്മളിവരെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പൊളവന്മാരെല്ലാം ഇപ്പം മിണ്ടാതിരിക്കുന്നത് ഇവിടുത്തെ പൊളവന്മാർ. പാകിസ്ഥാനിൽ വംശഹത്യ നടക്കുന്നു, നരഹത്യ നടക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനോ SDPIക്കോ CPMനോ കോൺഗ്രസ്സിനോ ഒരു ദണ്ണവും ഇല്ലല്ലോ. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. കാരണം പാകിസ്ഥാനെതിരെ ചിലയ്ക്കാൻ ഇവൻ്റെ നാക്ക് പൊങ്ങുന്നില്ല. അതാണ് എൻ്റെ കാര്യം. പാകിസ്ഥാനെതിരെ ഒന്നും പറയില്ല. എൻ്റെ പൊന്നു ചേട്ടാ, അതുങ്ങളെ തല്ലാതെ എന്ന് പാകിസ്ഥാനോട് ഇരക്കാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോ? അതുമില്ല. പിന്നെ എന്തിനാണെന്ന് നമ്മളിതൊക്കെ എടുത്ത് തലയിൽ വയ്ക്കുന്നത്? പക്ഷേ ഈ ദുരിതങ്ങൾ ഇന്ത്യയിലേക്ക് കയറി വരുന്ന താമസം ഇവനെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ വലിയ ജാഥ നടക്കും. അവന് വോട്ടവകാശം കൊടുക്കുക, അവൻ്റെ ആധാർ കാർഡ് എവിടെ, അവൻ്റെ പെണ്ണുങ്ങളെ കല്യാണം കഴിപ്പിച്ചില്ല, മോദി എന്താ ചെയ്യുന്നത്? മോദി രാജിവെക്കണം. ഇതായിരിക്കും ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഈ ഊരാക്കുടിക്കലൊന്നും ചെന്ന് പെടണ്ട. പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ എന്ത് വെടിവെപ്പ്, എന്ത് മണ്ണാങ്കട്ടയും നടന്നുകൊണ്ട് നമ്മുടെ ഗേറ്റ് അടച്ചു കൂറ്റിയിട്ട് സമാധാനമായിട്ട് നമ്മുടെ പട്ടാളക്കാർ കിടന്നുറങ്ങാൻ പറ. ഇപ്പുറത്തേക്ക് ആരെങ്കിലും കാലെടുത്ത് വെച്ചാൽ കാല് വെട്ടിക്കളയുമെന്ന് പറഞ്ഞേക്ക്. അല്ലാതെ അതികവിഞ്ഞ് അവരോട് സ്നേഹവും വേണ്ട, അവർക്ക് വെള്ളവും കൊടുക്കണ്ട, അവർക്ക് മരുന്നും കൊടുക്കണ്ട, ഒരു മണ്ണാങ്കട്ടയും കൊടുക്കണ്ട. അവിടെ കിടക്കട്ടെ എല്ലാവരും. അവരുണ്ടാക്കിയ പുലിവാല് അവർ തന്നെ തീർക്കട്ടെ എന്ന് വയ്ക്കുക. നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ലോകത്തിലെ മറ്റ് ബഹളങ്ങളിൽ നമ്മൾ തലവയ്ക്കാറില്ലല്ലോ, അതുപോലെ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലെ ബഹളത്തിലും നമ്മൾ തലവയ്ക്കേണ്ട എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. താങ്ക് യു.